എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയെ ഞാൻ ടെമൂൻ്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ കൂടുതൽ വൈകിപ്പിക്കണില്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് അത് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് വലുതാണ്, കുറച്ചധികം സാധനങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് അഫോർഡബിൾ ആയിട്ട് കുറഞ്ഞ പ്രൈസിന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ട് എന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹലോ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇനി തുറന്നു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് തുറന്നു നോക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ഈ മല്ലിച്ചപ്പ് പുതിനല്ലേ അങ്ങനത്തെ ഇലകളൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സാണ് കേട്ടോ. ഇതിൻ്റെ 6 പീസിൻ്റെ സെറ്റും ഉണ്ടായിരുന്നു, 2 പീസിൻ്റെ സെറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ മല്ലിച്ചപ്പ് പുതിനേ വാങ്ങലുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വാങ്ങിയതാണ്. ഇതാകുമ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ ഒതുങ്ങി കിടന്നോളും. മാത്രമല്ല ഇത് നീളത്തിൽ ഇങ്ങനെ വെക്കും ചെയ്യാൻ. മറ്റേത് മടക്കി വെക്കുമ്പോൾ ഇതിൻ്റെതൊക്കെ കേട് വന്ന് പോകലുണ്ട്, പെട്ടെന്ന് ചീഞ്ഞ് പോവാറുണ്ട്. അപ്പം ഞാൻ ഇത് അങ്ങനെ നോക്കിയെടുത്തതാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു ലൈറ്റാണ്, ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഡെക്കോറൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ വെക്കുക, വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുമല്ലോ. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ബാറ്ററി ഒക്കെ ഇട്ട് നോക്കി, വെക്കാവുന്നുണ്ട്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എന്തോ ചെറിയ പൈസക്ക് കിട്ടിയതാണ് കേട്ടോ. 2 ദിർഹംസോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സ്വീയിങ് ക്ലിപ്പാണ് കേട്ടോ. അതാണ് അതിൻ്റെ പേര് അതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ തയ്ക്കുമ്പോൾ ഞാൻ ഈ സൈഡിൽ കൊടുത്ത ഫോട്ടോ പോലെ തയ്ക്കുമ്പോൾ അങ്ങനെ നമുക്ക് ക്ലിപ്പാക്കി യൂസ് ചെയ്യാം. അതായത് ഫാബ്രിക്കുകൾ തമ്മിലിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഇതിന് പകരം നമുക്ക് നമ്മുടെ ബീഡ്സും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ 30 പീസ് ഉള്ള ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാബ്രിക് വാങ്ങിട്ടോ. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടുന്ന് UAE ഇവിടുന്ന് ഫാബ്രിക്സ് വാങ്ങാമെന്ന് അറിയില്ല എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ടെമൂല് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇത് 4-5 ഷീറ്റ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പൗച്ചൊക്കെ തയ്ക്കുക അത്രേ പറ്റുള്ളൂ, വേറെ യൂസിനൊന്നും പറ്റൂല. ഇതും അങ്ങനെ എന്തോ ചെറിയ പൈസക്ക് അങ്ങനെ ഓഫർ വന്നപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല മെറ്റീരിയലോ കുഴപ്പമൊന്നുമില്ല. ഇത് വന്നിട്ട് പിന്നെ ഒരു ഇലയാണ്. ഇതിൻ്റെ പല ടൈപ്പ് ഇലയുണ്ട്. ഇതിപ്പോൾ എന്തോ വാട്ടർമെലൻ്റെ ഇലയാണ്, വാട്ടർമെലൺ ലീവ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഞാനൊരു ഡെക്കോർ പർപ്പസിന് വാങ്ങിയതാണ്, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അടുത്തത് വന്നിട്ട് ഒരു സ്പൂണാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതെന്താണെന്നുള്ളത്. കാരണം ഞാൻ എന്താ വലിയൊരു സാധനം വെച്ച് നോക്കുമായിരുന്നു. അപ്പോൾ നല്ല പാക്കേജൊക്കെ ആയിട്ടാണ് അവർ തന്നിട്ടുള്ളത്. ഗ്ലാസിൻ്റെ സ്പൂണാണ് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്പൂണായിരുന്നു. അപ്പം അങ്ങനെ ഇതിനും ഓഫർ കണ്ടപ്പം അങ്ങനെ വാങ്ങിയതാണ്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വന്നിട്ട് ഞാൻ എനിക്കും അനിയത്തിക്കും കൂടെ വേണ്ടിയിട്ട് വാങ്ങിയ പൗച്ചുകളാണ്. അപ്പോൾ ഇതാണ് എനിക്കുള്ളത്. എനിക്കും അവൾക്കും ഞാൻ ഒരേപോലത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് വേറൊരു ടൈപ്പ് ഒരു ബ്ലാക്കും വാങ്ങിയിട്ടുണ്ട്. അവളുടേത് അങ്ങനെ ഞാൻ പാക്ക് ചെയ്ത് അങ്ങനെ എടുത്ത് വെക്കുകയാണ്. അനിയൻ പോകുമ്പോൾ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷേ ഡെലിവറി ആയില്ല. അപ്പോൾ അവൻ പോവുകയും ചെയ്തു. ഇനി ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ കൊടുത്തു വിടും. അപ്പോൾ ഇത് അതേപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് ഞാൻ എടുത്തു വെക്കും. ഇതിൻ്റെത് യൂസ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ഒരു ഫോണിൽ തന്നെ യൂസ് ചെയ്യണം. ഇതും അനിയത്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയി, ഞാൻ ഈ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടില്ലേ അതേപോലെ ഹാങ്ങിങ് ആയിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ അവൾക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതും ഓർഡർ കൊടുത്തതാണ്. പിന്നെ വന്നിട്ട് ഹസ്ബൻഡിന് ഒരു പൗച്ച് വാങ്ങി. ഇതെന്തോ ഇതിൻ്റെ പുറത്ത് ഭയങ്കര ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആവുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ കൊടുക്കേണ്ടി വരും. ഇത് ഇട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇത് വന്നിട്ട് കളർ പെന്നാണ്. അതിലൊരു പേനയും ബാക്കി റീഫില്ലറുകളാണ്. ഇത് ഹീറ്റ് എറേസബിൾ ആണ് കേട്ടോ. അതായത് ചൂടാക്കിയാൽ അത് പോകും. ഈ എംബ്രോയിഡറി ചെയ്യുമ്പോഴും നമ്മൾ തയ്ക്കുമ്പോഴും ഒക്കെ ഡ്രസ്സിൽ വരച്ചാൽ അത് ചൂടാക്കിയാൽ പോവും, ആ കളർ പോവും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഡ്രസ്സിൽ വരയ്ക്കാം. അപ്പോൾ പല കളറുകളുള്ള സെറ്റ് ഞാൻ വാങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് ഇതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റിക് പ്ലാനറാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ യൂട്യൂബർ തനിമലയാളിൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ കുറേ കാലമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ടെമ്മൂലി ഞാൻ ഓഫർ കണ്ടു. അപ്പോൾ ഞാനങ്ങനെ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് വാങ്ങാനും. ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ മാഗ്നറ്റിക് പോലെ അങ്ങനെ നമുക്ക് ഒട്ടിച്ച് വെക്കാം. ആ പേനയും ഒട്ടിച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അതിൽ എഴുതാം. അപ്പോൾ ഇത് അക്രിലിക് ഷീറ്റാണ്, ഗ്ലാസ്സൊന്നുമല്ല. അങ്ങനെ ചാടി പൊട്ടിന് പേടിയൊന്നുമില്ല. അപ്പോൾ നല്ലതാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, ഫ്രിഡ്ജിൽ അപ്പം തന്നെ കൊണ്ടുപോയി വെച്ചു. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യുക. ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ
ഉണ്ടെങ്കിൽ ഞാൻ ബുക്കിലാണ് സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളത് പ്ലാൻ ചെയ്ത് വെക്കൽ. അപ്പോൾ ബുക്ക് കിച്ചണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അത് നനയും, എങ്ങനെയെങ്കിലുമൊക്കെ ആ ബുക്കിൻ്റെ പേജ് നനയും. അത് പിന്നെ അതിൻ്റെ ആ ഇങ്കൊക്കെ ലീക്കാവും, അങ്ങനത്തെ ബുക്കാകെ കേടാവും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് യൂസ്ഫുള്ളാവുമെന്ന് തോന്നി. അടുത്തത് വന്നിട്ട് ഇത് തയ്യലിന് ആവശ്യമുള്ളതാണ്. ഇത് ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എന്തോ 400 സംതിങ് അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നത്. അപ്പോൾ എനിക്കിത് ഇതിൽ ടെമൂല് എനിക്ക് 12 ദിർഹംസോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഇന്ത്യൻ റുപ്പിയൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ 400ൻ്റെ അടുത്തൊന്നും എത്തുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ടെമൂന്ന് വാങ്ങാതാകുമ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമൊക്കെ വേണം. അപ്പോൾ ഇതാകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ വെച്ചിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയണത് ഭയങ്കര നൈസാണ്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഒന്ന് പിടിച്ചാൽ പൊട്ടിപ്പോകും. നമ്മൾ ആദ്യം കാണാതെ എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ആ ട്രേസിങ് വീലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു എക്സ്ട്രാ ട്രേസിങ് വീലും കൂടി വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഒരു 7 സെറ്റ് അങ്ങനെയാണ് വരുന്നത്. ഈ സാധനങ്ങളൊക്കെ ഇതിൽ ആം ഹോളിൻ്റെതൊക്കെ എനിക്കറിയാം യൂസ് ചെയ്യാൻ, ബാക്കിയുള്ളതിൻ്റെ യൂസൊക്കെ എന്താണെന്ന് ഇനിയിപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ. ഇതാ ആ ട്രേസിങ് വീല്. അത് കഴിഞ്ഞിട്ടുള്ള ട്രേസിങ് വീലാണിത്. ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇതൊന്നും കൂടെ ആ സൂചിക്കൊന്നും കൂടെ മൊനയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടെ പെട്ടെന്ന് പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, കണ്ടിട്ട് നല്ല സംഭവമാണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ നമ്മളാക്കുമ്പോൾ അപ്പുറത്തെ സൈഡിക്കും കൂടെ തുണീൻ്റെ ഇത് വരും, അതാണ് അതിൻ്റെ യൂസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വാങ്ങിയെടുത്തപ്പോൾ തന്നെ ഫ്ലോപ്പായി എന്ന് തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഇത്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ വാങ്ങിയതാണ്. ഇതിനാണ് ഞാൻ വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ റേറ്റും ആയത്. 25 ദിർഹംസോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ ഹസ്ബൻഡിനോട് കാണിച്ചു കൊടുത്തപ്പോൾ ആളും പറഞ്ഞു ഇത് റിട്ടേൺ അയച്ചേക്ക്, ഇതുകൊണ്ട് ഒരു വേർത്തും ഇല്ല, അത്രയും പൈസ കൊടുത്തതല്ലേ വെറുതെ ആക്കണ്ടാന്ന്. അപ്പോൾ ഞാനത് റിട്ടേൺ അപ്പം തന്നെ കൊടുത്തു. ഇതിൽ ഞാൻ വിചാരിച്ചത്ര വലിപ്പവും ഇല്ല, പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും ഇല്ല. എനിക്ക് കുറച്ച് വെയിറ്റുള്ള ബോട്ടിലൊന്നും ഇതുമ്മേ വെക്കാൻ പറ്റൂല. പിന്നെ അത് അസംബിൾ ചെയ്ത് നോക്കുമ്പോഴും അത് വൃത്തിക്ക് നിൽക്കണമൊന്നുമില്ല, ഫോട്ടോയിൽ കാണുന്ന പോലെ നിൽക്കണമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയ ഐറ്റംസ്. എനിക്ക് കുറേ കാലമായിട്ട് കാട്ടിലിട്ട് വെച്ച സംഭവങ്ങളാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.